വലിയ ബിംബത്തെ, ഒരു സ്വർണ്ണ ബിംബത്തെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് ഈ ബിംബത്തെ നമസ്കരിക്കാത്ത ഏവരെയും തീർച്ചയായിട്ടും ശത്രുക്കളും വൈരികളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നാൻ എന്നോട് അടുക്കുമ്പോൾ അവരുടെ എന്റെ നേരെ വൈരികൾ അവരെ കണ്ണിന്റെ കൂട്ടമായിട്ട് വരും. പക്ഷെ അടുക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ശത്രു നിന്റെ നേരെ
അടുക്കയില്ല അല്ലെ. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഇന്ന് രാത്രി ഒരു കൂടാരപ്പണത്തിനെ പറയാം. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് എന്ത് ചെയ്യത്തില്ല. ഒരു ദുഷ്കർമ്മിയും നിന്നോട് അങ്ങനെ വന്നാൽ അവരെന്ത് ചെയ്യും? നമ്മളെ തകർക്കാൻ ആരെങ്കിലും വന്നു, നമ്മളെ പിശാചായിക്കൊള്ളട്ടെ, പിശാചിന്റെ പ്രവർത്തികളായിക്കൊള്ളട്ടെ, മാനുഷിക വ്യക്തികളായിക്കൊള്ളട്ടെ, നമ്മൾ തകർക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട. പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിന്റെ അടുക്കൽ വരാതെ അവരെന്ത് ചെയ്യും? അവരിടറി വീഴും, പിശാചിടറി വീഴും. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കർത്താവ്. ഞാനത് മനസ്സിലാക്കി തരാം. ദൈവത്തിന് സ്വന്തം. ഇവിടെ അവൻ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നേരെ രാജാവിന്റെ അടുക്കലേക്ക് പോയി. പ്രാർത്ഥിക്കുന്നവന് പേടിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവന് പേടിക്കേണ്ട കാര്യം ഇല്ല. പ്രാർത്ഥിക്കുന്നവന് പേടിക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ രാജാവിന്റെ അടുക്കൽ വന്നു. ദൂരാ സമഭൂമിയിൽ ബിംബം നിർത്തി, ബിംബത്തെ നിർത്തിയിരിക്കുകയാണ്. അതിനു മുമ്പിൽ കുഴൽ വീണ, തമ്പുരു, മറ്റ് വാദ്യഘോഷങ്ങൾ മുഴക്കുമ്പോൾ എല്ലാവരും വീണ് നമസ്കരിക്കണം. വീണെന്ത് ചെയ്യണം? നമസ്കരിക്കണം. അപ്പോ ഈ വാദ്യഘോഷങ്ങൾ മുഴങ്ങിയതും എല്ലാവരും വീണു. പക്ഷെ 3 പേർ മാത്രം എന്ത് ചെയ്യാ? നിവർന്ന് നിൽക്കുകയാണ്. നിന്റെ ചുറ്റിനോളം വീണാലും നീ വീഴത്തില്ല. ആരുടെ തല കുനിഞ്ഞാലും നിന്റെ തല കുനിയത്തില്ലെന്നായി. കാരണം പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നവന് തല കുനിയത്തില്ല. പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നവന് വീഴാൻ, അതിന് ബൈബിൾ പറഞ്ഞ അവൻ വീഴ്ചയ്ക്ക് സംഗതി അത് ഏത് വീഴ്ചയാണേലും ഇല്ലെന്ന്. വീഴ്ത്താൻ വേണ്ടി ദൂരാസമൂഹം ബിംബങ്ങൾ നിൽക്കും. ഞാനും നിങ്ങളൊന്ന് കൊമ്പിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മുടെ തല ഒന്ന് കുനിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിനുവേണ്ടി അവർ ചില ബിംബങ്ങൾ ഒരുക്കും. അതിനുവേണ്ടി അവർ അവരുടെ അധികാരങ്ങൾ ഉപയോഗിക്കും.